എന്തൊക്കെ സിസ്റ്റമാണ് നിങ്ങളുടെ കോച്ചിങ് ബിസിനസ് ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്, എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചറാണ് ആവശ്യമായിട്ടുള്ളത്, ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. സിസ്റ്റംസ് ഓഫ് യുവർ ബിസിനസ്. ഫസ്റ്റ് വൺ, കണ്ടൻറ് മാർക്കറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കോണ്ടൻറ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള സിസ്റ്റമാണ് വേണ്ടത്. കാരണം നിങ്ങൾ എന്നുള്ള വ്യക്തി ഉണ്ട്, ഈ ഒരു കോച്ചിങ് ബിസിനസ്സിലുണ്ടെന്ന് ആളുകൾ അറിയണം. നിങ്ങളുടെ ഓഡിയൻസിന് കൊടുക്കേണ്ട വാല്യൂ, ഇൻഫർമേഷൻ, നോളജ് ബേസ്ഡുള്ള നിങ്ങളുടെ നിശ്ചയമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ്, നോളജ് ബേസ്ഡ് കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? കണ്ടൻറ് മാർക്കറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരിക്കണം, അതുപോലെ ലിങ്ക്ഡിന്, അതുപോലെ ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളുടെ കോണ്ടൻറ്റ് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതുകൂടാതെ പേഴ്സണൽ ബ്രാൻഡഡ് വെബ്സൈറ്റ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ, അഡ്വർടൈസിങ് സിസ്റ്റം. അഡ്വർടൈസ്മെൻറ്റ്, കാരണം അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ജെന്യുവൻ ലീഡ്സ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഫേസ്ബുക്കിൻ്റെ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ യൂട്യൂബ് ആഡ്സ്, ഗൂഗിൾ ആഡ്സ്, മറ്റ് ട്രാഫിക് സോഴ്സുകൾ, ഇതിലൂടെ എങ്ങനെയാണ് ജെന്യുവൻ ലീഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ അഡ്വർടൈസിങ് സിസ്റ്റം അറിഞ്ഞിരിക്കണം. അതുപോലെ ലീഡ് ജനറേഷൻ സിസ്റ്റം. ലീഡ് ജനറേഷൻ സിസ്റ്റം വാട്സപ്പ്, ഇപ്പം കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ഓട്ടോമേഷനാണ് യൂസ് ചെയ്യുന്നത്. വാട്ടി എന്ന ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ കൺവേർട്ട് കിറ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇമെയിൽ മാർക്കറ്റിങ്ങുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് കൺവേർട്ട് കിറ്റും യൂസ് ചെയ്യാൻ പറ്റും ലീഡ് ജനറേഷന് വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫണൽ ബിൽഡിംഗ് സിസ്റ്റം. എന്താണ് ഫണൽ? നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന പേജസാണ്, ബ്രൗഷർ മോഡലുള്ള പേജസാണ് ഫണൽ, സെയിൽസ് ഫണൽ. അതുപോലെ താങ്ക് യു പേജ് ഉണ്ടായിരിക്കും, അതിനൊരു ലാൻഡിംഗ് പേജ് ഉണ്ടായിരിക്കും. സോ ഇത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം ക്ലിക്ക് ഫണൽസ് ആണ്. ധാരാളം മറ്റ് അനേകം ടൂൾസ് ഉണ്ട്, എങ്കിലും ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം, ബെസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ക്ലിക്ക് ഫണൽസ് ആണ്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ വെബിനാർ സെയിൽസ് സിസ്റ്റം, കാരണം ലൈവ് വെബിനാറിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ നോളജ് ഷെയർ ചെയ്യേണ്ടത്. അതിലൂടെ ആയിരിക്കണം നിങ്ങൾക്ക് സെയിൽസ് എടുക്കാനായിട്ട് സാധിക്കുക. സോ വെബിനാർ സെയിൽസ് സിസ്റ്റം ഉണ്ടായിരിക്കണം. അതിന് ഏതൊക്കെ പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്? സൂം ഉപയോഗിക്കാം, അതുപോലെ ഡെമി ഉപയോഗിക്കാം, അതുപോലെ വെബിനാർ ജാം. ഓക്കെ, ഇത് മൂന്നും ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമുകളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. നിങ്ങളുടെ കോഴ്സസ്, നിങ്ങളുടെ ഡിജിറ്റൽ പ്രോഡക്റ്റ് ഇരിക്കുന്ന സ്ഥലമാണ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതായത് നിങ്ങളുടെ ഡിജിറ്റൽ സ്കൂള്, നമുക്കറിയാം ഓഫ്ലൈൻ സ്കൂള്, കോളേജസ് ഉണ്ടല്ലേ, ഇതുപോലെ തന്നെയുള്ള നിങ്ങളുടെ നോളജ് പോർട്ടലാണ്. നേരത്തെ തയ്യാറാക്കിയ നിങ്ങളുടെ വീഡിയോ, നിങ്ങളുടെ കോഴ്സ് വീഡിയോ ഇരിക്കുന്ന സ്ഥലമാണ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. സോ അതിന് ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം ടീച്ചബിളാണ്. പിന്നെ പോഡിയുണ്ട്, പിന്നെ മറ്റനേകം പ്ലാറ്റ്ഫോമുകളുണ്ട്, പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ടീച്ചബിളാണ്. നെക്സ്റ്റ് വൺ, പേയ്മെൻറ്റ് ഗേറ്റ്വേ സിസ്റ്റം. പേയ്മെൻറ്റ് ഗേറ്റ്വേ സിസ്റ്റം ധാരാളം ഉണ്ട്. ഇൻസ്റ്റാമോജോ ഉണ്ട്, റേസർ പേ ഉണ്ട്, പേപ്പാലുണ്ട്, അതുപോലെ സ്ട്രൈപ്പ് ഉണ്ട്. അങ്ങനെ ധാരാളം സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ഓട്ടോമേഷൻ. ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും അൾട്ടിമേറ്റ് ഗെയിമാണ് ഓട്ടോമേഷൻ. ഓട്ടോമേഷൻ എന്നുള്ള അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാകുന്നത്. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പാസീവ് ഇൻകം, റെസിഡ്യൂൽ ഇൻകം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആബ്സെൻസിൽ പോലും ഈ ഓട്ടോമേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുമാനം സമ്പാദിക്കാനായിട്ട് സാധിക്കും. സോ ഓട്ടോമേഷൻ സിസ്റ്റം, സേപ്പിയർ ഉണ്ട്, കൺവേർട്ട് കിറ്റ് ഉണ്ട്. ഈ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നെക്സ്റ്റ് വൺ, റിപ്പോർട്ടിംഗ് സിസ്റ്റം. നിങ്ങളുടെ ഒരു സിംഗിൾ ഡാഷ്ബോർഡിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ്, ഏതൊക്കെ ട്രാഫിക് സോഴ്സിലൂടെയാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് വരുന്നത്, എത്ര തവണ നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് അവർ ക്ലിക്ക് ചെയ്തു, ആരൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കി, ആരൊക്കെ പർച്ചേസ് ചെയ്തു, പർച്ചേസ് കൺഫേം ചെയ്ത ആരൊക്കെ, റിജക്റ്റ് ആയത് ആരൊക്കെ, എല്ലാം നിങ്ങൾക്ക് ഒരു സിംഗിൾ ഡാഷ്ബോർഡിൽ അറിയാനായിട്ട് സാധിക്കും. സോ ഇതിന് നിങ്ങൾക്ക് ക്ലിക്ക് മാജിക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, പ്രൈവറ്റ് നെറ്റ്വർക്ക്. കാരണം ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ് ഓഫ്ലൈൻ ബിസിനസ്സുമായിട്ടൊരു ബന്ധവുമില്ല. ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ചാണ്. കാരണം ഒരു പ്രോഡക്റ്റ് സെല്ലിങ്ങിൽ മാത്രം നിങ്ങൾ ഒതുങ്ങിപ്പോരുത്. പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്ന ഗെയിം ഒരു ഷോർട്ട് ടൈം ഗെയിമാണ്. നിങ്ങളൊരു വലിയ രീതിയിലുള്ള ഒരു ഇൻകം, വലിയ രീതിയിലുള്ള ഏണിങ്സ് സമ്പാദിക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ
you don't sell any product, build communities. So next generation digital coaching industry next generation revolution എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ചാണ്. സോ പ്രൈവറ്റ് നെറ്റ്വർക്ക് നിങ്ങളുടെ ഓൺ പ്രൈവറ്റ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് മൈറ്റി നെറ്റ്വർക്ക്സ്. ഇതൊരു ആപ്ലിക്കേഷനാണ്. ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലെ നിങ്ങളുടെ ഓൺ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. സോ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഫൈനലൈസ് ചെയ്ത് പറയാം ഏതൊക്കെ സിസ്റ്റമാണ് നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ളത്. ഫസ്റ്റ് വൺ കോണ്ടൻറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം, അഡ്വർടൈസിംഗ് സിസ്റ്റം, ലീഡ് ജനറേഷൻ സിസ്റ്റം, ഫണൽ ബിൽഡിംഗ് സിസ്റ്റം, വെബിനാർ സെയിൽസ് സിസ്റ്റം, ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം, പേയ്മെൻറ്റ് ഗേറ്റ്വേ സിസ്റ്റം, ഓട്ടോമേഷൻ സിസ്റ്റം, റിപ്പോർട്ടിംഗ് സിസ്റ്റം ആൻഡ് പ്രൈവറ്റ് നെറ്റ്വർക്ക് സിസ്റ്റം. സോ ഇത്രയും സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ഇക്കോ സിസ്റ്റം, നിങ്ങളുടെ ഓൺ ഡിജിറ്റൽ ഇക്കോ സിസ്റ്റം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ലഭിക്കുന്നതാണ്. അതുകൂടാതെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.